പ്രിയമുള്ളവരെ, മുന്നൂർപ്പള്ളി കരയാമ്പറമ്പ് റോഡ് BMC നിലവാരത്തിലുള്ള പണി പൂർത്തീകരണ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആയതിൽ കരയാമ്പറമ്പ് നിന്ന് വരുമ്പോൾ ഡബിൾ കിണർ കഴിഞ്ഞ് കൊക്കുന്ന് പള്ളിയും കഴിഞ്ഞ് ഒരു 50 മീറ്ററോളം ചെല്ലുമ്പോൾ ഒരു കനാൽ പാലത്തിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഈ പാലത്തിന് മുകളിലൂടെ ടാറിങ് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. അപ്പോൾ പാലത്തിനും അതിൻ്റെതായ ശക്തി ഉണ്ടാവുമെന്ന് നമ്മൾ ധരിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആകസ്മികമായ അദ്ദേഹത്തിൻ്റെ എന്തോ സാധനം വെള്ളത്തിൽ പോയത് എടുക്കാൻ വേണ്ടി ഈ പാലത്തിനടിയിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹം ഒരു വീഡിയോയിൽ പകർത്തി നമ്മളെ കാണിച്ചു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി. അതിനുശേഷം അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാനും ആ വെള്ളത്തിലൂടെ നടന്ന് എടുത്ത ഒരു വീഡിയോ ഇപ്പോൾ ഡിസ്ട്രിക്ട് 63 ന്യൂസ് പുറത്തുവിടുകയാണ്. നമ്മുടെ ഒത്തിരി സംഘടനകളും വികസനം ആഗ്രഹിക്കുന്നവരുമായ മുഖ്യനോക്കാർ ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നല്ല നിലവാരത്തിൽ റോഡ് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്ന ഒരു റോഡാണ്. ഇതിൻ്റെ ഈ ദയനീയ അവസ്ഥ, അപകടമായ അവസ്ഥ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അങ്കമാലി ന്യൂസ് ക്ലബിന് വേണ്ടി ഡിസ്ട്രിക്ട് 63 ന്യൂസ്, ഞാൻ ജസ്റ്റു പാപ്പച്ചൻ നിങ്ങളോട് കൂടെ. കരയാമ്പറമ്പ് മുന്നൂർപ്പള്ളി റോഡിൽ കരയാമ്പറമ്പിൽ നിന്നും വരുമ്പോൾ ഡബിൾ കിണർ കഴിഞ്ഞ് കോക്കുന്ന് സെൻറ് ജോസഫ് ദേവാലയത്തിൻ്റെ മുൻപിലൂടെ 50 മീറ്റർ കഴിയുമ്പോൾ ഉള്ള കനാൽ പാലത്തിൻ്റെ അവസ്ഥയാണിത്. എന്തിനാണ് നമുക്ക് എഞ്ചിനീയർ സേവനമുള്ളത്? അവരിതിൽ അനാസ്ഥ വരുത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അടിഭാഗം നോക്കിയില്ല എന്ന് പറയരുത്. കൃത്യമായി 2 സൈഡിൽ സിമൻറ്റ് തേച്ചിട്ടുണ്ട്. മറ്റാരും ഇവിടെ വരില്ല, അതുകൊണ്ട് ഈ പാലം പൊളിച്ച് പണിയേണ്ട എന്ന തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനം മാറ്റിയേ മതിയാവൂ. ഇതിലെ കടന്നു പോകുന്ന മനുഷ്യജീവനുകളെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണിത്. കൃത്യമായി ഇതിൻ്റെ കോൺട്രാക്ടറും എൻജിനീയറും നടത്തിപ്പുകാരും സർക്കാരും ഇതിന് മറുപടി പറയണം. ഇത് അനീതിയാണ്, ഒപ്പം അഴിമതിയുമാണ്. വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഇതെത്തണം എന്ന ആഗ്രഹത്തോടെ അങ്കമാലി ന്യൂസ് ക്ലബിൽ നിന്നും ഡിസ്ട്രിക്ട് 63 ന്യൂസിന് വേണ്ടി ഞാൻ ജസ്റ്റു പാപ്പച്ചൻ നിങ്ങളോടുകൂടെ നാടിനൊപ്പം എന്നും. നോക്കൂ, പാലത്തിനടിയിൽ നിന്നും സിമൻറ്റ് അടർന്നു മാറിയിട്ടുള്ള സ്ഥലമാണിത്. മുൻപ് വാർത്തിട്ടുള്ള കമ്പികൾ പുറത്തു വന്ന് നിൽക്കുന്നു. വലിയ അപകട സാധ്യതയാണിത്. റോഡിലെ കുഴി പോലെ പാലത്തിൻ്റെ വാർക്കയിൽ കുഴികൾ വീണിരിക്കുന്നു. ഇതിനു മുകളിലൂടെയാണ് റോഡ് കടന്നു പോയിരിക്കുന്നത്. ഏത് സമയവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ പാലത്തിലൂടെ റോഡ് പണിത് അതിനെ വിജയമാക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾ അറിയിക്കുന്നു.